എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു DIY ഡ്രീം ക്യാച്ചർ കിറ്റിൻ്റെ ആണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഓൺ പർച്ചേസ് ഡീറ്റെയിൽസും കൂടെ പറയാം. അപ്പോൾ ഇത് ഞാൻ 249 റുപ്പീസിനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഏഷ്യൻ ഹോബി ക്രാഫ്റ്റിൻ്റെ DIY ഡ്രീം ക്യാച്ചർ കിറ്റാണ്. ഇതിൻ്റെ പല സൈസ് അവൈലബിൾ ആണ്. സ്മോൾ, മീഡിയം, ലാർജ് ഒക്കെ അവൈലബിൾ ആണ്. ഈ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ആ റിങ്ങിൻ്റെ എണ്ണവും കൂടുതലായിരിക്കും. ഇപ്പം സ്മോൾ ആണെങ്കിൽ ഒരു റിങ്, മീഡിയം ആണെങ്കിൽ 3 റിങ്, അങ്ങനെ. ഞാനിപ്പോൾ വാങ്ങിച്ചത് നാനോ B എന്നും പറയുന്ന ഒരു സൈസാണ്. ഫ്രീ ഡെലിവറി ആയിരുന്നു. അപ്പം ഏറ്റവും ചെറിയ റേറ്റിൻ്റെതാണ് ഞാൻ എടുത്തത്. അതായത് 249 രൂപയുടേതാണ് എടുത്തത്. പക്ഷേ ശരിക്കും പ്രൈസ് 499 ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് വന്നത്. ബബിൾ റാപ്പിംഗ് ഒന്നും ആയിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മുടെ ആമസോണിൻ്റെ ഡെലിവറി ആ ഒരു കവറിൽ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം പക്ഷെ ഡാമേജ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ ഒരു റിങ്ങാണുള്ളത്. ഒരു റിങ്ങും ഒരു പാക്കറ്റിൽ ഫെതേഴ്സും 2 സൈസിലുള്ള സ്ട്രിങ്ങുകളും അതുപോലെ മുത്തുകളും ആണുള്ളത്. അപ്പോൾ ഞാൻ ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് നോക്കിയിട്ടാണ് എടുത്തത്. വേറെ കളർഫുള്ളായിട്ടുള്ളതും അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ലാസ്റ്റ് ഇയർ വാങ്ങിച്ചതാണ്. അപ്പം ഇപ്പോഴാണ് ഇത് ചെയ്തത്. പിന്നെ ഇപ്പം പക്ഷേ ഞാൻ ആമസോണിൽ ലിങ്ക് എടുക്കാൻ വേണ്ടി നോക്കിയപ്പം ഇപ്പം ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ത്രെഡൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ്. ഈ സ്റ്റീലിൻ്റെ റിങ്ങും ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ ഫിക്സ് ചെയ്ത ആ ഒരു സ്ഥലത്ത് കുറച്ചൊരു എന്താ പറയുക, ഒരു ഇതുണ്ടെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ഒരു കവറിൻ്റെ ബാക്കിൽ ഈ ഡ്രീം ക്യാച്ചറിൻ്റെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മൾ ഗുഡ് ഡ്രീംസിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രീം ക്യാച്ചർ വെക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു സ്റ്റീൽ റിങ് 7 ഇഞ്ചിൻ്റെ, അതുപോലെ 50 പീസ് ഫെദർ, പിന്നെ ബീഡ്സ് 8 mm 25 പീസ് ബീഡ്സ്, അതുപോലെ ത്രെഡ് രണ്ട് ടൈപ്പ് ത്രെഡ് ഉണ്ട്. ഒന്ന് 3 mm ഒന്ന് 1 mm. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. താല്പര്യമുള്ളവർ ഒന്ന് വാങ്ങിച്ചു നോക്കിക്കോളൂ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം അല്ലേ. ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ്. എനിക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറച്ച് പണിപ്പെട്ടു ഇത് ചുറ്റിയെടുക്കാനൊക്കെ. എന്നാലും ലാസ്റ്റ് അത് നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ഒരു റിങ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു നൂലിനെ കൊണ്ട് ചുറ്റണം. അതിൽ തിക്കായിട്ടുള്ള നൂലാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് ഒരു നോട്ട് ഇട്ടിട്ട് പിന്നെ ചുറ്റി കൊടുക്കണം. അപ്പോൾ ഇത് സിൽക്കിൻ്റെ നൂലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്ര ടൈറ്റാക്കി കെട്ടിക്കഴിയുമ്പോഴും അത് ഇളകി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫെവിക്കോൾ കുറച്ച് അപ്ലൈ ചെയ്തിട്ടാണ് നല്ലപോലെ കെട്ടിട്ട് കൊടുത്തത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചുറ്റിക്കൊണ്ടിരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലല്ലേ അതൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചുറ്റി ഞാൻ ഇതിൻ്റെ അവസാനം എത്തിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ റിങ്ങിൽ ഞാൻ ത്രെഡ് മൊത്തം ചുറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ബാക്കി വന്ന റിങ് കുറച്ച് എക്സ്ട്രാ ഒന്ന് മേലേക്ക് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലൂപ്പ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ വെച്ചത്. ഇനി ഞാൻ തിന്നായിട്ടുള്ള ത്രെഡാണ് എടുക്കുന്നത്. എന്നിട്ട് ഇനി അതിനെ കൊണ്ട് നമുക്കൊരു ചിലന്തി വല നെയ്യുന്ന പോലത്തെ ഒരു സംഭവമാണ് ചെയ്യാനുള്ളത്.
അപ്പോൾ അതാ ഫസ്റ്റ് കെട്ടിട്ടു. എന്നിട്ട് ഇനി അതിനെ ഇങ്ങനെ കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ വിട്ടിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ തന്ന ആ ഒരു നൂലിൻ്റെ എന്താ പറയുക, ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഇടയിലൂടെ പാസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ഒരു ത്രെഡിനെ കുറച്ച് വേറൊരു എന്താ പറയുക കാർഡ്ബോർഡിൽ ചുറ്റിയിട്ടാണ് പിന്നെ ഞാൻ ഈ ഒരു ലൂപ്പ് ഉണ്ടാക്കുന്നത്. ഏറ്റവും മിഡിലായിട്ട് ലാസ്റ്റ് ആ ത്രെഡ് വരുമ്പോൾ നമ്മൾ ഒരു മുത്ത് ഇട്ടിട്ട് അതൊന്ന് കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മുത്ത് അതിൻ്റെ നടുക്ക്, അതായത് ആ ഒരു വലയുടെ നടുവിലായിട്ട് നിൽക്കും. അപ്പോൾ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരെണ്ണം മിസ്സായ പോലെ ഒരു ഫീലിംഗ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു സ്ട്രിങ് എടുത്തിട്ട് അവിടെയും കൂടെ ഒരു കെട്ടിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ആ ഒരു ഹൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഹാങ് ചെയ്യാനുള്ള ഫെദേഴ്സും ആ ഒരു മുത്തും കൂടെ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രിങ് എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരേ ലെങ്ത്തിലുള്ള 5 സ്ട്രിങ്ങാണ് ഞാൻ എടുത്തത്. അത് ഏകദേശം നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട്
5 സ്ട്രിങ് സെയിം ലെങ്ത്തിൽ എടുക്കണം. എന്നിട്ട് ഞാൻ അതിൽ ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് 3 ഫെദേഴ്സ് വെച്ചിട്ടാണ് എടുക്കുന്നത്. 3 ഫെദേഴ്സ് എടുത്തിട്ട് അതിനൊരു കെട്ടിട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു മുത്ത് കോർത്ത് വയ്ക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട് പിന്നെയും ഫെദർ കെട്ടുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മുത്തും കൂടെ കൊടുക്കുക. അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഇത് കളറാവുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫെദറിന്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.